പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സമസ്തയിലെ ഒരു വിഭാഗം UDF-നെതിരെ പ്രവർത്തിച്ചതിന് തെളിവുണ്ടെന്ന് സമസ്ത ലീഗ് അനുകൂല വിഭാഗം. ഉമർ ഫൈസിയെ സമസ്തയിൽ നിന്ന് മാറ്റാതെ സമവായത്തിനില്ല എന്ന് സമസ്ത ആദർശ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ PA ജബ്ബാർ ഹാജി പറഞ്ഞു. സുപ്രഭാതം പത്രത്തിലെ പരസ്യവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് എടുത്ത നടപടി അംഗീകരിക്കാനാകില്ല എന്നും PA ജബ്ബാർ ഹാജി ജിദ്ദയിൽ പറഞ്ഞു. സമസ്തയെ ഹൈജാക്ക് ചെയ്യാനാണ് ഉമർ ഫൈസിയും ഹമീദ് ഫൈസിയും ഉൾപ്പെടെയുള്ള 5-അംഗ സംഘം ശ്രമിക്കുന്നതെന്നും ഇതിന് അനുവദിക്കില്ലെന്നും PA ജബ്ബാർ ഹാജി പറഞ്ഞു. സമസ്തയിലെ ലീഗ് അനുകൂലികൾ സമീപകാലത്ത് രൂപീകരിച്ച സമസ്ത ആദർശ സംരക്ഷണ സമിതിയുടെ വർക്കിംഗ് ചെയർമാനാണ് ജബ്ബാർ ഹാജി. സുപ്രഭാതം പത്രത്തിൽ വന്ന വിവാദ പരസ്യവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് എടുത്ത നടപടി അംഗീകരിക്കാനാകില്ലെന്നും ഉത്തരവാദപ്പെട്ട ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും അദ്ദേഹം ജിദ്ദയിൽ പറഞ്ഞു. സുപ്രഭാതത്തിൽ നടപടിയെടുത്തത് ആരെയാണ്? ഏതോ ഒരു ലേഖകന് എന്താണ് അവർക്ക് മാനേജ്മെന്റ് അറിയാതെയോ? ഇതിൽ വ്യക്തമായി അതിൽ പങ്കുവഹിച്ച ആളുകളുണ്ട്. ആ സുപ്രഭാതത്തിന്റെ പ്രധാനമായ സ്ഥാനത്ത് അവർ മാറ്റണം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സമസ്തയിലെ ഈ വിഭാഗം UDF-നെതിരെ പ്രവർത്തിച്ചു. ഉമർ ഫൈസിയെ സമസ്തയിൽ നിന്ന് പുറത്താക്കാതെ ഇനിയൊരു സമവായത്തിനില്ലെന്നും ജബ്ബാർ ഹാജി പറഞ്ഞു. ഉമർ ഫൈസി വ്യക്തമായി പാണക്കാട്ട് തങ്ങളെയാണ് ആക്രമിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റണം. വൈദഗ്ധ്യെങ്കിലും ബലത്തിലാരെങ്കിലും വന്നിട്ടുണ്ടോ? നിങ്ങളൊന്ന് ഖാദിയാവണം എന്ന് പറഞ്ഞിട്ട് ഇന്ന ഇതിന് പറ്റൂല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന ഖാദിയാവാൻ പറ്റൂല എന്ന് ഉമർ ഫൈസി പരസ്യമായി പറഞ്ഞു. അങ്ങനത്തെ ആളെങ്ങനെ സമസ്ത മുഷാവറയിരിക്കാൻ പറ്റുക? കാര്യങ്ങൾ വിശദീകരിക്കാൻ എല്ലാ ജില്ലകളിലും ആദർശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിശദീകരണ സമ്മേളനങ്ങൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ജലീൽ കണമകലം, 24 ജിദ്ദ.